നമുക്ക് ഈ ചാപ്റ്ററിൽ ഡയമെൻഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ഒബ്ജക്റ്റിൻ്റെ ഡയമെൻഷൻ എത്ര അളവ് എത്ര എടുക്കുന്നത് നമുക്ക് നോക്കാം. അതിനായി അനോട്ടേഷൻ ടൂൾ ബാറിൽ വന്നിട്ട് ഇവിടെ ലീനിയർ, അലൈൻഡ്, ആംഗുലർ, ആർക്ക് അങ്ങനെ ഒരുപാട് ഓപ്ഷൻ കാണാൻ കഴിയുന്നതാണ്. നമുക്ക് ലീനിയർ എടുക്കാം. സ്പെസിഫൈ ഫസ്റ്റ് പോയിൻ്റ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു. സെക്കൻഡ് പോയിൻ്റ് ഇവിടെ സെലക്ട് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 5 ആണ്. വീണ്ടും ഞാനത് ലീനിയർ തന്നെ ക്ലിക്ക് ചെയ്തു. ഫസ്റ്റ് പോയിൻ്റ് ചോദിക്കുന്നുണ്ട്, സെക്കൻഡ് പോയിൻ്റ് ചോദിക്കുന്നുണ്ട്. നമുക്ക് മുകളിലോ താഴെയായിട്ട് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 10 ആണ്. വീണ്ടും റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ കീബോർഡിൽ എൻ്റർ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ വീണ്ടും ഇവിടെ വരിക, ലീനിയർ സെലക്ട് ചെയ്യുക, ഫസ്റ്റ് സെക്കൻഡ് പോയിൻ്റ്. വീണ്ടും മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താലും മതി, അല്ലെങ്കിൽ കീബോർഡിൽ എൻ്റർ ചെയ്താലും മതി. ഫസ്റ്റ് പോയിൻ്റ്, സെക്കൻഡ് പോയിൻ്റ്. നമുക്ക് അതിൻ്റെ ഡയമെൻഷൻ നമുക്ക് അറിയാം. ഇനി വെർട്ടിക്കലായിട്ടായാലും നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഡയമെൻഷൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങോട്ട് കാണിക്കാം. ഡയമെൻഷൻ എടുത്തു, ലീനിയർ എടുത്തു, ഫസ്റ്റ് പോയിൻ്റ്, സെക്കൻഡ് പോയിൻ്റ്. ഇവിടെ ക്ലിക്ക് ചെയ്യും. വീണ്ടും ഇവിടെ എടുക്കാം, അല്ലെങ്കിൽ കീബോർഡിൽ എൻ്റർ ചെയ്താലും മതി. ഫസ്റ്റ് പോയിൻ്റ് ചോദിക്കുന്നത് ഇവിടെ സെലക്ട് ചെയ്തു, സെക്കൻഡ് പോയിൻ്റ് ഇവിടെ സെലക്ട് ചെയ്തു, ഞാനിവിടെ പ്ലേസ് ചെയ്തു. അതിൻ്റെ ഡയമെൻഷൻ 3. വീണ്ടും ഞാൻ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, ഫസ്റ്റ് പോയിൻ്റ്, സെക്കൻഡ് പോയിൻ്റ്. ഇങ്ങനെ നമുക്ക് ഓരോ ഒബ്ജക്റ്റിൻ്റെ അത് ഒരേ പോയിൻ്റ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഡയമെൻഷൻ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് പോയിൻ്റ്, സെക്കൻഡ് പോയിൻ്റ്, വീണ്ടും ഫസ്റ്റ് പോയിൻ്റ്, സെക്കൻഡ് പോയിൻ്റ്. ഇനി നമുക്ക് വേറൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്, ഞാൻ ഒന്നുകൂടെ കാണിക്കാം. സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ലീനിയറാണ് സെലക്ട് ചെയ്യുന്നത്. അത് തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യാം. കീബോർഡിൽ DLI, ഡയമെൻഷൻ ലീനിയർ സെലക്ട് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് പോയിൻ്റ് ചോദിക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് പോയിൻ്റ് ചൂസ് ചെയ്യാതെ കീബോർഡിൽ എൻ്റർ ചെയ്തു. ആ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്താൽ മാത്രം മതി. അത് വീണ്ടും ആ കറക്റ്റ് ഫസ്റ്റ് പോയിൻ്റ് ചെയ്യേണ്ട ആ ലൈൻ്റെ ഫസ്റ്റ് പോയിൻറ്റും എൻഡ് പോയിൻറ്റും അത് ഓട്ടോമാറ്റിക്കലി ചൂസനായിട്ട് അതിൻ്റെ ഡയമെൻഷൻ വരുന്നതാണ്. അതുപോലെ തന്നെ വീണ്ടും ആ ലീനിയർ സെലക്ട് ചെയ്തു, എൻ്റർ ചെയ്തു, ഒബ്ജക്റ്റിനെ മാത്രം സെലക്ട് ചെയ്താൽ മതി. കീബോർഡിൽ വീണ്ടും എൻ്റർ കൊടുത്ത് 2 എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആ കമൻറ്റ് വീണ്ടും ആക്റ്റീവ് ആവും. വീണ്ടും ഡബിൾ എൻ്റർ ചെയ്തു. എങ്ങനെയാണ്? വീണ്ടും ഞാൻ ഡബിൾ എൻ്റർ ചെയ്തു. ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ DLI, ഡയമെൻഷൻ ലീനിയർ. എന്നിട്ട് എൻ്റർ ചെയ്യുക, ഒരു എൻ്ററോടെ കൊടുക്കുക, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. സിമ്പിളാണ്. ഇത് ഡയമെൻഷൻ ലീനിയർ. ഇനി നമുക്ക് ഡയമെൻഷൻ അലൈൻ എടുക്കാം. അലൈൻഡ്, അതിൻ്റെ ഫസ്റ്റ് പോയിൻ്റ് ചോദിക്കുന്നുണ്ട്, സെക്കൻഡ് പോയിൻ്റ്. ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഡയമെൻഷൻ ഇവിടെ ലഭിക്കുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡയമെൻഷൻ ഫസ്റ്റ് പോയിൻ്റ്, സെക്കൻഡ് പോയിൻ്റ്. അപ്പോൾ അതിൻ്റെ ലെങ്ത് കിട്ടുന്നത് അലൈൻഡ് ലെങ്ത്. അല്ലെങ്കിൽ നമുക്ക് ലീനിയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ഞാൻ ലീനിയർ എടുത്തു കഴിഞ്ഞാൽ ഒന്നിൽ ഹൊറിസോണ്ടലായിട്ടോ അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ടോ പോകും. ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ഇവിടെ സെലക്ട് ചെയ്തു, ഇങ്ങനെ പോകും. ഈ ഒരു ലെങ്ത് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അലൈൻഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് DLI കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഡയമെൻഷൻ ലീനിയർ. DAL, അതായത് ഡയമെൻഷൻ അലൈൻഡ്, അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു എൻട്രോടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഡയമെൻഷൻ അലൈൻഡ് ലെങ്ത് ആയിരിക്കും ലഭിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് ഡയമെൻഷൻ ഒരു സർക്കിളിൻ്റെ റേഡിയസ് എങ്ങനെയാണെന്ന് നോക്കാം, അല്ലെങ്കിൽ ഡയമീറ്റർ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി വീണ്ടും നമ്മൾ ടൂൾസിൽ വരിക, റേഡിയസ് ചൂസ് ചെയ്തു. ആ സർക്കിളിൽ നമ്മൾ സെലക്ട് ചെയ്താൽ മതി. എവിടെയാണ് നമുക്ക് പ്ലേസ് ചെയ്യേണ്ടത്? ഞാൻ വരച്ചിരിക്കുന്നത് ഡയമെൻഷൻ റേഡിയസ് എന്ന് പറയുന്നത് 10 ആണ്. ആ 10 റേഡിയസ് ഇവിടെ കാണുന്നതാണ്. വീണ്ടും ഞാനൊരു
ഡയമെൻഷൻ റേഡിയസ് എടുത്തു, ഈ സർക്കിൾ എടുത്തു, അതും വരച്ചേക്കുന്നത് 10 തന്നെയാണ്. സെയിം നമ്മൾ ഡയമീറ്റർ കൊടുത്തു. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ, അതായത് റേഡിയസിൻ്റെ ഡബിൾ ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ അതിനെ ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഡയാ 20 കാണുന്നതാണ്, ഡയാ 20. വീണ്ടും ഞാൻ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താലും മതി, അല്ലെങ്കിൽ കീബോർഡിൽ എൻ്റർ ചെയ്താലും മതി. സെയിം പ്രീവിയസ് കമാൻഡ് തന്നെ ആക്റ്റീവ് ആവുന്നത്. അതുകൊണ്ട് ഞാൻ അത് ചൂസ് ചെയ്യുമ്പോൾ ഡയമെൻഷൻ നമുക്ക് എവിടെ എൻ്റെ അകത്ത് പുറത്ത് നമുക്ക് അതിൻ്റെ ഡയമെൻഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഡയാ 20 ആണ്. 20 പോയിൻറ്റ്, നമ്മളിപ്പോൾ വരച്ചേക്കുന്ന ആക്ച്വൽ ആൻഡാണ് ആ 20 കാണിക്കുന്നത്, അല്ലെങ്കിൽ 20.1 കൊടുത്തു കഴിഞ്ഞാൽ 20.1 എന്ന് കാണിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഡയമെൻഷൻ, അതായത് ഈ ഒരു ആർക്കിൻ്റെ ലെങ്ത് കാണണം. വീണ്ടും നമ്മളിവിടെ വരുന്നുണ്ട്. നമ്മളിവിടെ വന്നാൽ ആർക്ക് ലെങ്ത്, എൻ്റെ ഒബ്ജക്റ്റിനെ ചൂസ് ചെയ്താൽ മതി. ഈ ആർക്കിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 47.56 ആണ്. ഇതാണ് ഡയമെൻഷൻ കമൻറ്റ്സ്. നമുക്കങ്ങനെ ഓരോന്നോരോന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓർഡിനേറ്റൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് ഇത് മെയിനായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് ഒരു കോർഡിനേറ്റ് ഡ്രോയിങ്സ് ടോട്ടൽ സ്റ്റേഷനിലൊക്കെ എടുത്ത് നമുക്ക് അറിയാൻ പറ്റും. അതിൻ്റെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അടുത്ത കമൻറ്റിൽ. ഇപ്പം നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. ഇത്ര ഒബ്ജക്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഡയമെൻഷൻ ആംഗുലർ ഉണ്ട്, അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഞാനൊരു ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഈ 2 ലൈൻ വരച്ചു. ഇതിൻ്റെ ആംഗുലർ ഡയമെൻഷനാണ് നമുക്ക് വേണ്ടത്. അതിനായി നമ്മൾ വീണ്ടും ഇവിടെ വരിക, അനോട്ടേഷനിൽ വരിക, അതിൻ്റെ ആംഗുലർ എടുത്തു, സെലക്ട് ആർക്ക്, സെക്കൻഡ് പോയിൻറ്റ്. ഈ ഇതിന് തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇതാണ് ഡയമെൻഷൻ കമൻറ്റ് എന്ന് പറയുന്നത്. കോർഡിനേറ്റിനെ കുറിച്ച് നമുക്ക് വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അത് അടുത്ത ചാപ്റ്ററിൽ പറയുന്നതാണ്.